നമുക്കെല്ലാവർക്കും ഡാലിയ ചെടി ഭയങ്കര ഇഷ്ടമാണല്ലേ. പ്രത്യേകിച്ച് നിറച്ച് പൂക്കളൊക്കെ പിടിച്ച് നിൽക്കുകയാണെങ്കിൽ നല്ല ഭംഗിയാണ്. കുറേ ദിവസം ആ ഫ്ലവേഴ്സ് അങ്ങനെ തന്നെ നിൽക്കുകയും ചെയ്യും. പിന്നെ ഡാലിയയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ കിഴങ്ങ് അതിൻ്റെ അടിഭാഗത്ത്, അതായത് മണ്ണിൻ്റെ അടിയിൽ കിടന്ന് നമുക്കൊരു സീസൺ കഴിയുമ്പം പിന്നെയും അത് കിളിച്ച് വരുന്ന, അതിൻ്റെ സീസണൊക്കെ ആയി വരുന്ന ടൈമിൽ അത് കിളിച്ച് വരികയൊക്കെ ചെയ്യും. നാടൻ ടൈപ്പ് നമ്മുടെ ഡാലിയ പ്ലാന്റ്സ് ഇപ്പം ഒരുപാട് വെറൈറ്റി ഒക്കെ നമുക്ക് കിട്ടാറുണ്ടല്ലേ. നല്ല ഭംഗിയല്ലേ, നല്ല വലിയ ഫ്ലവേഴ്സോട് കൂടിയൊക്കെ നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ ചില സമയത്ത് നമ്മുടെ പ്ലാന്റ്സിനകത്ത് നിന്ന്, പ്രത്യേകിച്ച് ഈ ഹൈബ്രിഡ് പോലുള്ള പ്ലാന്റിനകത്ത് നിന്ന് ഫ്ലവേഴ്സ് ഒക്കെ വരാതെ നിൽക്കും. അപ്പോൾ അങ്ങനെയൊക്കെ നിൽക്കുന്ന പ്ലാന്റിന് നല്ല നല്ല വളങ്ങൾ കൊടുത്താൽ മാത്രമേ അത് നല്ലതുപോലെ നമ്മൾ നഴ്സറിയിൽ നിന്ന് കിട്ടുന്ന രീതിയിൽ നമ്മൾക്ക് ഇരിക്കത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന കുഞ്ഞു കുഞ്ഞു വളങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. അതിന് മുമ്പേ എൻ്റെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ചെയ്യുന്നു. ഞാൻ അഖിലയാണ് കേട്ടോ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പം ഡാലിയ, ഞാൻ ഈ ഡാലിയയുടെ പ്ലാന്റ്സിൻ്റെ, അതായത് ഫ്ലവേഴ്സിൻ്റെ ഒക്കെ വീഡിയോസ് ഇടുമ്പോൾ ഒരുപാട് ചോദിക്കാറുണ്ട് നമുക്ക് സെയിലുണ്ടോ എന്നൊക്കെ. പക്ഷെ നമ്മൾ ഡാലിയ പ്ലാന്റ്സും കാര്യങ്ങളൊന്നും നമ്മൾ സെയിലും കാര്യങ്ങളൊന്നും ഇല്ല. നമ്മൾ ഇപ്പം നഴ്സറിയിൽ നിന്നൊക്കെ എടുക്കുന്ന പ്ലാന്റ്സ് നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് നട്ട് കഴിയുമ്പോൾ അതിൽ നിന്ന് വരുന്ന ഫ്ലവേഴ്സും ഒക്കെയാണ് ഞാൻ കാണിച്ചു തരുന്നത്. അല്ലെങ്കിൽ നമ്മൾ നഴ്സറിയിൽ പോകുമ്പോൾ എടുക്കുന്ന കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ഒക്കെ ആയിരിക്കാം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പം നമ്മൾ നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ ഇപ്പം നഴ്സറിയിൽ നിന്ന് കൊണ്ടുവന്ന് നമ്മൾ നല്ല വളം കൊടുത്താലേ നമ്മുടെ പ്ലാന്റ്സ് നല്ലതുപോലെ ഫ്ലവേഴ്സ് ആവത്തുള്ളൂ. അപ്പം ഒരിക്കലും നഴ്സറിയിൽ നിന്ന് കൊണ്ടുവന്ന ഉടനെ നമ്മൾ പ്ലാന്റ് റീപോർട്ട് ചെയ്യാൻ നിൽക്കരുത്. നമ്മൾ ഒരു 1-1.5 ആഴ്ച നമ്മുടെ ആ ഒരു പോട്ടിനകത്ത് തന്നെ, ആ കിട്ടുന്ന പോട്ടിനകത്ത് തന്നെ വെച്ചേക്കുക. കാരണം ഒരാഴ്ചയെങ്കിലും നമ്മുടെ ഒരു അറ്റ്മോസ്ഫിയർ ആയിട്ടൊക്കെ ഒന്ന് റെഡിയായി വന്നതിന് ശേഷം മാത്രമേ നമ്മളൊരു പോട്ടിംഗ് മിക്സ് തയ്യാറാക്കിയിട്ട് ഈ ഒരു പ്ലാന്റ് പോട്ട് ചെയ്യാവുള്ളൂ. എപ്പോഴും നല്ല വലിയൊരു പോട്ടിനകത്ത് പോട്ട് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ടതെന്ന് തറയിൽ ഇതൊന്ന് നട്ട് കൊടുത്തിരുന്നാൽ മതി. എപ്പോഴും നല്ലത്, പോട്ടിനെ നടുന്നതിനേക്കാളൊക്കെ നല്ലത് നമ്മൾ തറയിൽ ഈ ഡാലിയ പ്ലാന്റ് നട്ട് കൊടുക്കുന്നതാണ്. ആൻഡ് ഇതുപോലെ നല്ല വലിയ ഫ്ലവേഴ്സൊക്കെ ആയി വരും. നമ്മൾ വെറൈറ്റി ഒക്കെ വാങ്ങിക്കൊണ്ട് വന്ന് നല്ലതുപോലെ വളമൊക്കെ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നമുക്ക് നിറച്ച് ഫ്ലവേഴ്സും വരും. അതുപോലെ തന്നെ ഇതുപോലെ വലിയ ഫ്ലവറാണ്. അപ്പം ആ ഒരു ഫ്ലവറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പ്ലാന്റും, അതായത് ഫ്ലവർ വലുതായിരിക്കും പക്ഷെ അതിൻ്റെ തണ്ട് തീരെ നൈസായിരിക്കും. അപ്പം മെയിനായിട്ടും ഓരോ കംപ്ലൈൻറ്റ് വരുന്നത് അത് ഒടിഞ്ഞു പോകാനൊക്കെയാണ് സാധ്യത. അപ്പം നമ്മൾ ഫ്ലവേഴ്സ് വന്ന് വലുതായി വന്ന് വെയിറ്റ് കൂടി എന്ന് തോന്നുവാണെങ്കിൽ ഒരു താങ്ങൊക്കെ കൊടുത്ത് ഒന്ന് റെഡിയാക്കി വെച്ചിരുന്നാൽ മതി. പ്രത്യേകിച്ച് ഇപ്പോൾ മഴയൊക്കെ പെയ്യുന്നുണ്ട്. മഴയൊക്കെ വീണ് കഴിഞ്ഞാൽ അതെന്താ വെച്ചാൽ വെള്ളമൊക്കെ വീണ് അത് പെട്ടെന്ന് ഒടിഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒരു താങ്ങൊക്കെ കൊടുത്ത് ഒന്ന് റെഡിയാക്കി വെച്ചിരുന്നാൽ മതി. പിന്നെ ഇതിൻ്റെ കിഴങ്ങ് നമ്മളൊരു സീസൺ കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ കിഴങ്ങ് കിടന്ന് അടുത്ത സീസൺ ആകുമ്പോഴത്തേക്കും ഇതിൽ നിന്ന് നിറച്ച് ഫ്ലവേഴ്സും വരും. പിന്നെ ഞങ്ങൾ മെയിനായിട്ട് കൊടുക്കുന്ന ഒരു വളം എന്ന് പറഞ്ഞാൽ ഇതുപോലെ വലിയ ഫ്ലവറൊക്കെ ആവാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് നമ്മൾ കൊടുക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇതുപോലെ നമ്മുടെ കയ്യിൽ ചാരം കാണും അല്ലേ. അപ്പോൾ ചാരത്തിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് മഴയുള്ള സമയത്ത് നമ്മൾ ഇങ്ങനെയുള്ള വളം കൊടുക്കാറുള്ളൂ. അല്ലെങ്കിൽ രാവിലെയും വൈകിട്ട് നല്ലതുപോലെ നനച്ചു കൊടുക്കണം. ഇപ്പം എന്തായാലും എല്ലായിടത്തും നല്ലതുപോലെ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് ഈ വളം നിങ്ങൾ മസ്റ്റായിട്ടും കൊടുക്കണം. ഇപ്പം കുറച്ച് നമുക്ക് എത്ര പ്ലാന്റ് ഉണ്ടോ അതനുസരിച്ച് എടുക്കുക. കുറച്ച് ചാരം എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് ഒരു പിടി നമ്മുടെ എല്ലുപൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇത് രണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ പ്ലാന്റ്സിൻ്റെ ചുവട് ഭാഗത്ത് മണ്ണ് മാറ്റിയിട്ട് ഇട്ട് കൊടുക്കുക. എല്ലുപൊടിയും നമ്മുടെ ചാരോടെ ചേരുമ്പം നല്ലൊരു വളമാണ്. അത് നല്ലതുപോലെ ഫ്ലവേഴ്സ് ആവാൻ സഹായിക്കും. നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ഡാലിയക്കകത്ത് ഫ്ലവർ വരുന്നില്ല എന്ന് ഒരിക്കലും പറയത്തില്ല ഈ ഒരു വളം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ. ജസ്റ്റ് നമുക്കൊരു 1-1.5-2 ആഴ്ച കഴിയുമ്പോഴത്തേക്കും അതിനകത്തുനിന്ന് പുതിയ തളിർപ്പ് വന്നിട്ട് മുട്ടുകൾ വരുന്നതായിട്ടായിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പം നിങ്ങൾ എന്തായാലും ഈ വളം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ജസ്റ്റ് മണ്ണൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമ്മുടെ ഡാലിയയുടെ ചുവട് ഭാഗത്ത് ഇച്ചിരി ഒരു ഗ്യാപ്പ് ഇട്ടിട്ട്, അതായത് ചുവട്ടി കൊണ്ടിട്ട് കൊടുക്കാതെ ആ വേരിൽ നിന്ന് ഇച്ചിരി ഗ്യാപ്പ് ഇട്ടിട്ട് ഒന്ന് മണ്ണ് മാറ്റി ഇതെടുത്തിട്ട് ഒരു തടം പോലെ ഒന്ന് എടുത്തിട്ട് അതിൻ്റെ അടിയിൽ നമ്മൾ ഈ വളം ഇട്ടിട്ട് മണ്ണിട്ടങ്ങ് മൂടി കൊടുത്തിരുന്നാൽ മതി. മഴയില്ലെങ്കിൽ രാവിലെയും വൈകിട്ട് നല്ലതുപോലെ നനച്ചു കൊടുക്കുക. ഇതൊരു 2.5 ആഴ്ച അല്ലെങ്കിൽ മാസത്തിൽ 2 പ്രാവശ്യം കൊടുത്തിരുന്നാൽ മതി കേട്ടോ. ഓവറായിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് പെട്ടെന്ന് ഫ്ലവേഴ്സ് ആവും. വരുന്ന ഫ്ലവർ നല്ല ബ്രൈറ്റും ആയിരിക്കും, നല്ല വലിയ ഫ്ലവേഴ്സും ആയിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ ഇത് നമ്മുടെ കയ്യിൽ കിട്ടുന്ന അതായത് ഇപ്പോൾ ഒരുപാട് വെറൈറ്റി ഉണ്ടല്ലോ. അപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള നമ്മുടെ ഡാലിയ പ്ലാന്റ്സിന് കൊടുത്താലും അല്ലെങ്കിൽ നാടൻ ഡാലിയ പ്ലാന്റ്സിന് കൊടുത്താലും നമുക്ക് നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. നാടന് നമുക്ക് അതായത് നാടൻ ഡാലിയ പ്ലാന്റ്സിന് നമുക്ക് അങ്ങനെ ഫ്ലവേഴ്സ് വരുന്നില്ല എന്നൊരു കംപ്ലൈൻസ് ഒന്നും വരത്തില്ല. പക്ഷേ ഈ ഹൈബ്രിഡ് ഒക്കെ നമ്മൾ വാങ്ങി വെക്കുമ്പോൾ മെയിനായിട്ട് വരുന്നൊരു കംപ്ലൈൻ്റ് ആണ് നമ്മൾ ഫ്ലവേഴ്സ് വരുന്നില്ല, അല്ലെങ്കിൽ വരുന്ന ഫ്ലവർ ഇതുപോലെ വലിയ ഫ്ലവറോ അല്ലെങ്കിൽ ബ്രൈറ്റ് ആയിട്ടുള്ള ഫ്ലവേഴ്സോ ആയി വരുന്നില്ല എന്ന് പറയും. പിന്നെ അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ ഒരു വളം ട്രൈ ചെയ്ത് കൊടുക്കണം. മാസത്തിൽ 2 പ്രാവശ്യം കൊടുത്തിരുന്നാൽ മതി കേട്ടോ.
പിന്നെന്ന് വെച്ചാൽ ചില പ്ലാന്റ്സിനുണ്ട് പിന്നെ എന്താ പറയുക, നമുക്ക് ജൈവവളം കൂടിക്കഴിഞ്ഞാൽ പ്ലാന്റ് ഭയങ്കരമായിട്ട് ഗ്രോത്തിൽ വരും, പക്ഷെ ഫ്ലവേഴ്സ് കാര്യങ്ങളൊന്നും വരത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും ഈ ഒരു വളം ട്രൈ ചെയ്ത് കൊടുക്കണം. അതായത് ചാണകപ്പൊടി, കമ്പോസ്റ്റ് ഇങ്ങനെയുള്ളത് അധികം കൊടുക്കാതെ ഇതുപോലുള്ള എല്ലുപൊടിയും നമ്മുടെ ചാരോടെ മിക്സ് ചെയ്തിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുക. മസ്റ്റായിട്ടും നിങ്ങൾക്ക് ഏത് പൂക്കാതെ നിൽക്കുന്ന ഡാലിയ പ്ലാന്റിനകത്തും ഇതുപോലെ നിറച്ച് പൂക്കളും മുട്ടുകളും ഒക്കെ വരും. പ്ലാന്റ് നല്ല ഗ്രോത്തോടുകൂടിയും വരും കേട്ടോ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്.